ഹലോ ഗൈസ്, ഇപ്പോൾ കണ്ട സമയം 11:42. നമ്മൾ എന്ത് പോകാമെന്നറിയാം ഗൈസ്, നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്. നമ്മൾ കുറേ നാളായിട്ടാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന്. നമ്മൾ 1 ഇയറായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോൾ നമ്മുടെ ക്ലൈമറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് മൂന്നാറിലേക്ക് പോവാണ് ഗൈസ്. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മയുടെ പിറന്നാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് മുറിച്ചിട്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാം. എടുക്ക് വേർക്കണ്ട എന്നിട്ട് അമ്മല്ലേ തിന്നു. അച്ഛമ്മയ്ക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ഏതാണ്ട് ഒരു 12:15 ആയിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ആളുടെ വൈഫും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പേരാണ് പോകുന്നത്. പിന്നെ അത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഹൈവേ ഒക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹെൽമെറ്റിൻ്റെ മറ്റേ ഗ്ലാസ് ഇല്ലേ, അത് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ ഒരു എന്തോ സാധനം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഊരി വെച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ചാലക്കുടി ആ ഭാഗമൊക്കെ എത്തിയപ്പോൾ അവിടെ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് പള്ളിയും പിന്നെ സൈഡും എല്ലായിടമൊക്കെ മാല ബൾബൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടയിൽ വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എണ്ണ നിർത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ബൂസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ച് നിർത്തിയത്. അപ്പോൾ എല്ലായിടത്തും പാല് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോർമൽ നമ്മൾ കട്ടൻ ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളൊരു 3 കട്ടൻ ചായ, ചേട്ടൻ കുടിച്ചിട്ടുണ്ടായില്ല, അപ്പം 3 കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ രാത്രി ലേറ്റായി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായ കുടിച്ച് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടർന്നു. അങ്ങനെ നമ്മുടെ മൂന്നാറിൻ്റെ സൈൻ ബോർഡ് കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ഏതോ ഒരു കോളേജ് അങ്ങനെ എന്തോ ഒരു ഇതാണ് കേട്ടോ. അവിടെ എന്തോ ഇതുപോലെ അവിടെ ISROടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, റോക്കറ്റിൻ്റെ ഇതൊക്കെ. പിന്നെ നമ്മൾ അവിടെയാണ് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എന്താണ്, ബൂസ്റ്റ് ഇല്ല, പാലുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വെറുതെ ഒന്ന് നിർത്തി, കാരണം വണ്ടിയും ഇരുന്ന് വയ്യാണ്ടായി. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി പോവാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നിർത്തിയോടത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പാലുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ എല്ലാവർക്കും ബൂസ്റ്റ് പറഞ്ഞു. പിന്നെ അവിടെയാണെങ്കിൽ ഫുൾ ഇതുപോലെ ഉപ്പിലിട്ടിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ലൂബിക്ക, പിന്നെ അതുപോലെ വെറൈറ്റി ആയിട്ട് ക്യാരറ്റ്, ചാമ്പ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, ടീ, നമ്മുടെ ചായൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ ബൂസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചിട്ട് ബൂസ്റ്റ് കുടിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു ഓംലേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആ റേഞ്ചൊക്കെയാണ്. അപ്പോഴേക്കും പിന്നെ ഇവർക്ക് ഉറക്കം വന്നു തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ പോലത്തെ ഒരു സ്ഥലത്ത് തൽക്കാലത്തിന് നിർത്തിയിട്ടാണ്.
എന്നിട്ട് പിന്നെ ഇത് നമ്മൾ ഏകദേശം ഇത്തിരി നേരം പുലരാറായിട്ടുണ്ട്. ആ ടൈമിൽ വീണ്ടും ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടർന്നു. ഇപ്പം നമ്മൾ ഏകദേശം മൂന്നാറൊക്കെ എത്താറാവണമെന്ന് പറയാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഫുള്ള് റോഡ് വീതി കൂട്ടുന്നതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എല്ലായിടത്തും ഇതുപോലെ ഓരോ വണ്ടികളും ഇതൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ വീണ്ടും വണ്ടിയൊക്കെ നിർത്തി. പിന്നെ ചെറുതായി തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്, രാത്രി ആയതുകൊണ്ട്. പക്ഷേ ഇതിനേക്ക് വലിയ തണുപ്പ് വരാൻ പോകുന്നുള്ളൂ എന്ന് പിന്നെയും നമുക്ക് മനസ്സിലായത് കേട്ടോ. അതേ നമ്മുടെ തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് 2 സൈഡിലും. പിന്നെ നമ്മൾ ഏകദേശം ഇപ്പോൾ മൂന്നാറൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ വണ്ടി. ഓ കറക്റ്റ് കിട്ടോ കേട്ടോ. അവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ കോളേജാണോ എന്തോ ഒരു സ്കൂള് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ വലിയ ഗ്രൗണ്ട്, അവിടെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ജോഗിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ നല്ല തണുത്തിരിക്കട്ടെ. അവിടെയൊക്കെ എത്തിയപ്പോൾ നമുക്ക് നല്ല തണവായി തുടങ്ങി. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കളിക്കാനായിട്ട്. അപ്പോൾ അവർ 2 പേരും എന്താ പറയുക കളിക്കാനായിട്ട് ജസ്റ്റ് ഒരു ബോൾ എറിയാൻ തരുമെന്ന് ചോദിക്കാൻ വേണ്ടി അവരെടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ കുറേ പേരുണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അവർക്ക് അവസാനം കൊടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഒരു ബോൾ എറിയാനായിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ 2 പേർക്കും. അങ്ങനെ പിന്നെ 2 പേർക്കും ഓരോ ബോൾ വെച്ച് എറിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ കളിക്കാൻ തന്നെ എന്താ പറയുക കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായാലും അവർ ബോൾ എറിയാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 2 പേർക്കും. ക്രിക്കറ്റായിരുന്നു കേട്ടോ അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല തണവായിരുന്നു കേട്ടോ. അവിടുത്തെ പുല്ലിലൊക്കെ നല്ല തണവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് ജാക്കറ്റൊക്കെ ഊരിയത് പെട്ടെന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കൈയൊക്കെ നല്ല തണുത്ത് മരവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. നമ്മൾ ഒരു ബണ്ണ് പോലത്തെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ബൺ മസ്കി ആയിരിക്കും എന്ന് വെച്ച് മേടിച്ചതായിരുന്നു. പക്ഷേ ജസ്റ്റ് ഇതൊരു നോർമൽ മധുരമുള്ളൊരു ബണ്ണായിരുന്നു. പിന്നെ നമ്മൾ ഓരോ നെയ്റോസ്റ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കണ്ട് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് നമുക്ക് ഗ്ലൗസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയത് കേട്ടോ. കാരണം നല്ല തണവായിരുന്നു. അപ്പോൾ 2 ഗ്ലൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു 2 പേർക്കും. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ എന്താ തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വട്ടവടയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളും നമ്മുടെ തേയിലത്തോട്ടങ്ങളാട്ടോ 2 സൈഡിലും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചേട്ടൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളം വാങ്ങിച്ച് മുഖമൊക്കെ കഴുകി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളവിടെ ഡാമിൻ്റെ അവിടുത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ കുറേ എന്താ പറയുക ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ജസ്റ്റ് എല്ലാം നോക്കി. കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മിറർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ചൊക്കെ ജസ്റ്റ് വാങ്ങിച്ചു. ബാക്കിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക ഇതെന്താ പെപ്പർ ഷൂട്ടിംഗ് ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ചാൻസ് 3 ബോട്ടിങ്ങിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത് നമ്മൾ കയാക്കിങ് പോലെ നമ്മൾ തന്നെ തുഴയണമായിരുന്നു. ഓൾറെഡി നമ്മളെല്ലാവരും
വയ്യാണ്ടായി. കാരണം വണ്ടിയിലിരുന്ന് വയ്യാണ്ടായതാണ് നമ്മൾ ബൈക്കുമല്ല വന്നത്. പിന്നെ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകിട്ട് സ്റ്റേ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഫുള്ള് ഒന്ന് ചുറ്റാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളിത് അവിടെ ഫുള്ള് എന്താ പറയുക ചോക്ലേറ്റ് അങ്ങനെയൊക്കെ എത്തി തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ വട്ടവടയ്ക്കൊക്കെ എത്താറാവണുള്ളൂ. ഫുള്ള് പൈൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ട്രെക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് സ്ട്രോബെറി തോട്ടം, പിന്നെ അതുപോലെ തന്നെ വാട്ടർഫോള്, കേവ്, അവിടേക്കൊക്കെ നമ്മളപ്പോൾ അതൊക്കെ നമ്മുടെ വണ്ടിമ തന്നെയായിരുന്നു കേട്ടോ വന്നിരുന്നത്. നമ്മൾ ജീപ്പായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ നോർമൽ ബൈക്കുമ തന്നെയാണ് വന്നിരുന്നത്. സത്യം പറഞ്ഞാൽ അവർ ജീപ്പിൽ വരികയായിരിക്കും ഇത്രയും കൂടെ ബെറ്റർ. ഓഫ് റോഡായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര കയറ്റവും ഇറക്കവും കുഴിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ജീപ്പായിരിക്കുമ്പോൾ ജീപ്പിലും എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കാം, പക്ഷേ ജീപ്പിലാകുമ്പോൾ ഇത്തിരി കൂടെ നമുക്ക് സ്വസ്ഥമായി ഇരുന്ന് വരായിരുന്നു. ഇത് ജസ്റ്റ് നമ്മുടെ അവിടുത്തെ ഒരു വാട്ടർഫോളും പിന്നെ അതുപോലെ തന്നെ ഒരു കേവും ആയിരുന്നു കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് ചെറുതായി കാലൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടെ മെയിനായിട്ട് കാണാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു വട്ടവടയിൽ നിന്ന് അങ്ങോട്ട്, കുറച്ചധികം ഓഫ് റോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ വയ്യാണ്ടായി വണ്ടിയിൽ ഇരുന്നിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിലോട്ടുള്ള വഴിയും ഇതുപോലെ തന്നെ ചെറിയ വഴിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാലം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് മരങ്ങളായിരുന്നു, കാടായിട്ട് പോലെ പൈൻ ഫോറസ്റ്റ് പോലെയുള്ള മരങ്ങൾ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഉള്ളിലോട്ട് പോകുന്നതും വഴി ഇങ്ങനെ ചെറുതായി വരികയായിരുന്നു, കുറേ പാറ കല്ലുകളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോണത് കേവിലേക്കാട്ടാം. ഒരു ചെറിയ കേവ് പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. അതിൻ്റെ മുകളിലും ചെറുതായി ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി.
അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായി വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണിയിൽ. അപ്പോൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ഐസ്ക്രീം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ ബിരിയാണി അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നേരം നമുക്ക് ഫുഡ് നമ്മൾ രാവിലെ കഴിച്ചിട്ട് കുറേ നേരം പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലുതായി ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാതും അവർ പറിച്ച് വെച്ചേക്കുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ പഴുത്തപ്പം പറിച്ചു എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, അവിടെ സൂര്യകാന്തി ഉണ്ടായിരുന്നു. സൂര്യകാന്തി പിന്നെ അതുപോലെ കുറേ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതില് ഇതുപോലെ തന്നെ ജാമും തരും, വൈനും തരും. സ്ട്രോബെറി നിങ്ങൾക്ക് എത്ര ബോക്സ് വേണം അത്ര ബോക്സ് തരാം കേട്ടോ. ഒരു ബോക്സ് 150. ബോക്സ് ഒന്നുമില്ലടാ, 1/4 കിലോ 250 ഗ്രാം തരും. ശരിയാട്ടാ, മറ്റേത് പുളി മാത്രം കൂടുതൽ ഉണ്ടാവാറ്. ഇത് പുളിനെ അപേക്ഷിച്ച് അതുണ്ട്. അതെല്ലാം ചെറിയ സ്ട്രോബെറി. പിന്നെ നമുക്ക് സ്ട്രോബെറിയുടെ എന്താ പറയുക വൈനും അതുപോലെ തന്നെ ജാമും തന്നിട്ടുണ്ടായിരുന്നു. വൈൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സ്ട്രോബെറിയുടെ ജാമ് ഭയങ്കര പുളിയായിരുന്നു. അത് പിന്നെ നമുക്കതുപോലെ സ്ട്രോബെറി വാങ്ങാനുള്ളതുണ്ടായിരുന്നു. അവർ പറിച്ച് വെച്ച സ്ട്രോബെറിയിൽ നിന്നായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ സ്ട്രോബെറി, അധികം കളറൊന്നുമില്ലാതെ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ മധുരം തോന്നിയത് ആ സ്ട്രോബെറി ആയിരുന്നു. പറിച്ചു വെച്ചത് ഇങ്ങനത്തെ ആയിരുന്നു. ഇത് പഴുക്കുന്നതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നൈറ്റ് നമ്മൾ ഓൾറെഡി നേരം വൈകി, അതുകൊണ്ട് കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റന്നാളുള്ള രാവിലെയുള്ള വ്യൂ ആണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പായിരുന്നു, അതുപോലെ തന്നെ നല്ല ചെറുതായി മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. സൂര്യൻ ഉദിച്ചെങ്കിൽ പോലും നല്ല തണവായിരുന്നു കേട്ടോ രാവിലെ അവിടെ. നമ്മൾ 2 ദിവസമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഇന്നലെ വന്ന സെയിം ഹോട്ടലിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ എല്ലാവരും മസാല ദോശ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദോശ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നെല്ലാവരും മസാല ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നെയ് റോസ്റ്റും ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസയാണ് കേട്ടോ മേടിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കാര്യങ്ങളായാലും. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഏകദേശം നേരൊക്കെ വെളുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെയൊക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളും അവിടെ പണി നടക്കണതിൻ്റെ ഭയങ്കര വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. പിന്നെ അത് ചോക്ലേറ്റ് മാത്രമല്ല, ടീ ആയാലും നമ്മുടെ ചായല അതുപോലെ തന്നെ ഓൾ സ്പൈസസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. എല്ലാം അതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മിക്സഡ് ചോക്ലേറ്റ്സ് ആയിട്ട് ഒരു ടിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികമൊന്നും നോക്കാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. 2 കൂട്ടർക്കും പെട്ടെന്ന് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് പോണ വഴി ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായി തന്നെയുള്ളൂ, അതൊക്കെ ജസ്റ്റ് കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയത് ഇരിങ്ങാലക്കുടയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പിന്നെ നമ്മൾ തിരിച്ച് നിർത്തിയത് കേട്ടോ. ഞാൻ നോർമൽ ഒരു ഊണും പിന്നെ എക്സ്ട്രാ നമ്മളൊരു ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മൂന്നാർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗായി കാണാൻ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.